നമസ്കാരം. ഒരല്പം ചരിത്രം പറയാം. ചരിത്രമെന്ന് പറഞ്ഞാൽ സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിൻ്റെ ചരിത്രം. അതിൽ പറയുവാൻ പോകുന്ന കാര്യങ്ങൾ വ്യാജ ഗാന്ധി കുടുംബമുണ്ടല്ലോ. നെഹ്റുവിൽ നിന്ന് തുടങ്ങി ഗാന്ധിജിയുടെ പേര് വ്യാജമായി ഉൾക്കൊണ്ട് ഇപ്പോൾ പ്രവർത്തനക്ഷമമായി തന്നെ ഭാരത രാഷ്ട്രീയത്തിൽ നിലകൊള്ളുന്ന വ്യാജ ഗാന്ധി കുടുംബം. ആ കുടുംബം നെഹ്റുവിൽ തുടങ്ങി ഭാരതത്തോട് ചെയ്ത 3 ചതികളുടെ കാര്യമാണ് ഈ ചരിത്രത്തിലൂടെ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത്. ഈ ചതികളെന്ന് പറയുമ്പോൾ, ഭാരതത്തോട് ചെയ്ത ചതികളെന്ന് പറയുമ്പോൾ, അക്സായ് ചിൻ പ്രദേശം ചൈനയ്ക്ക് വിട്ടുകൊടുത്ത കാര്യമോ, അല്ലെങ്കിൽ 54 ഭാരതീയ സൈനികരെ പാകിസ്ഥാൻ്റെ തടവിൽ നിന്ന് രക്ഷിക്കുവാനുള്ള യാതൊരു നടപടിയും എടുക്കാതെ 93,000 പാകിസ്ഥാനി സൈനികരെ വിട്ടുകൊടുത്ത് പൂർണ്ണമായ വിജയം നേടേണ്ടിയിരുന്നൊരു യുദ്ധത്തെ ഒരു നയതന്ത്ര പരാജയമായി മാറ്റിയ ഇന്ദിരാഗാന്ധിയുടെ പ്രവൃത്തിയോ അല്ല പറയുന്നത്. പുറം രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട അന്താരാഷ്ട്ര ഇടപെടലുകളല്ല പറയുന്നത്. അന്താരാഷ്ട്ര ഇടപെടലുകൾ സംബന്ധിച്ച ചില കാര്യങ്ങൾ കടന്നു വന്നേക്കാം. പക്ഷേ ആഭ്യന്തരമായി ഭാരതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുവാൻ വ്യാജഗാന്ധി കുടുംബം ചെയ്ത ചില ചതികളുടെ കാര്യമാണ് പറയുന്നത്. അതിൽ ആദ്യത്തേത് തുടങ്ങുന്നത് നെഹ്റുവിൽ നിന്നാണ്. ഭാരതത്തിൻ്റെ സ്വതന്ത്ര ഭാരതത്തിൻ്റെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രിയുടെ കാര്യത്തിൽ മൗലാന അബ്ദുൽ കലാം ആസാദ്. ഒരു മൗലാനെ ഭാരതത്തിൻ്റെ വിദ്യാഭ്യാസത്തിൻ്റെ ചുമതല പൂർണ്ണമായി ഏൽപ്പിക്കുന്നതിലൂടെ തുടങ്ങുന്നു നെഹ്റു കുടുംബത്തിൻ്റെ ഭാരതത്തോടുള്ള ചതി. ഭാരതത്തിൽ വിദ്യാഭ്യാസ സംവിധാനങ്ങളിലൂടെ, സർവകലാശാലകളിലൂടെ ഭാരതത്തിൻ്റെ ചരിത്രത്തെ തന്നെ വ്യാജമായ രീതിയിൽ പുനർനിർമ്മിച്ച് ഭാരതീയ സംസ്കാരത്തെ ഏതാണ്ട് ഇല്ലാതാക്കുവാനുള്ളൊരു ശ്രമം അവിടെ നിന്ന് തുടങ്ങുന്നു. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ ഭാരതത്തിൻ്റെ ചരിത്രത്തെ ഇല്ലാതാക്കുവാനുള്ള ബ്രിട്ടീഷുകാരുടെ ശ്രമം അതിനു മുൻപുണ്ടായിരുന്നു. സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുമ്പുള്ള ഭാരതത്തിൽ അത്തരത്തിലുള്ള ശ്രമങ്ങൾ ഈ കൊളോണിയൽ ശക്തികൾ, അധിനിവേശ ശക്തികൾ നിരന്തരമായി ബ്രിട്ടീഷുകാരാണെങ്കിലും മുഗളന്മാരാണെങ്കിലും ചെയ്തിരുന്നു. പക്ഷേ അതിൻ്റെ ഒരു പിന്തുടർച്ച എന്ന വണ്ണം, അവരുടെ ഒരു അനന്തരാവകാശി എന്ന വണ്ണം അധികാരത്തിലേറിയ നെഹ്റു മൗലാന അബ്ദുൽ കലാം ആസാദിനെ ഭാരതത്തിൻ്റെ വിദ്യാഭ്യാസ മന്ത്രിയായി നിയമിക്കുന്നതിലൂടെ ഒരു വലിയ ചതി ഭാരതത്തോട് ചെയ്തു. ആ ചതിയുടെ ഒരു അടുത്ത ഘട്ടം, ഏറ്റവും രൂക്ഷമായ ഘട്ടം നടപ്പാകുന്നത് ഇന്ദിരാഗാന്ധിയുടെ കാലത്താണ്. സയ്യദ് നൂറുൽ ഹസൻ എന്ന വ്യക്തിയെ ഭാരതത്തിൻ്റെ വിദ്യാഭ്യാസ മന്ത്രിയായി ഇന്ദിരാഗാന്ധി നിയമിച്ചു. നെഹ്റുവിൻ്റെ അതേ പാത പിന്തുടർന്നു തന്നെ. പക്ഷേ മൗലാന അബ്ദുൽ കലാം ആസാദിനേക്കാൾ ഒരുപക്ഷെ ഭാരതത്തിൻ്റെ വിദ്യാഭ്യാസ വ്യവസ്ഥയെ തകർക്കുന്നതിൽ, അല്ലെങ്കിൽ പൂർണ്ണമായി ഇടത് സ്യൂഡോ ബുദ്ധിജീവികളുടെ, കപട ബുദ്ധിജീവികളുടെ കാൽച്ചുവട്ടിൽ കൊണ്ട് ഭാരതത്തിൻ്റെ ചരിത്ര നിർമ്മാണത്തെ അടിയറ വയ്ക്കുന്നതിൽ RC മജുംദാരെ പോലുള്ള ലോകം അംഗീകരിച്ചൊരു ചരിത്രകാരനെ മാറ്റി നിർത്തി കപട ചരിത്രകാരന്മാരെ ഭാരതത്തിൻ്റെ ചരിത്രം എഴുതുന്ന ഉത്തരവാദിത്തം ഏൽപ്പിക്കുന്നതിലേക്ക് കാര്യങ്ങൾ എത്തിച്ചതിൽ പ്രധാന പങ്ക് വഹിച്ചത്, അല്ലെങ്കിൽ ഏറ്റവും ഉന്നതമായ പങ്ക് വഹിച്ചത് ഈ സയ്യദ് നൂറുൽ ഹസനാണ്. ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു. ഇന്ദിരാഗാന്ധിയും നെഹ്റുവും എന്തിനാണ് ഇത് ചെയ്തിരുന്നതെന്ന് ചോദിച്ചാൽ, നെഹ്റുവിൻ്റെ ഒരു കാഴ്ചപ്പാടെന്ന് പറയുന്നത് ആത്യന്തികമായി നെഹ്റു കുടുംബമാണ്, തൻ്റെ കുടുംബമാണ് ഭാരതത്തിൻ്റെ രക്ഷകർ എന്നുള്ളൊരു ആഖ്യാനം സൃഷ്ടിച്ച് എന്നും അധികാരത്തിൽ തുടരുക, ഇതൊരു കുടുംബാവകാശമായി തുടർന്നു കൊണ്ടുപോവുക. അതിന് വേണ്ടിയിട്ട് ഭാരതീയരുടെ മനസ്സിലേക്ക് അതിന് യോജിച്ച ആഖ്യാനങ്ങൾ കടത്തിവിടുക. വിദ്യാഭ്യാസ സംവിധാനത്തിലൂടെയാണെങ്കിലും, പുസ്തകങ്ങളിലൂടെയാണെങ്കിലും, മറ്റ് ചലച്ചിത്രങ്ങളിലൂടെയാണെങ്കിലും, ഗാനങ്ങളിലൂടെയാണെങ്കിലും എല്ലാം ഇത്തരത്തിലുള്ള ആഖ്യാനങ്ങൾ സൃഷ്ടിക്കുക. അതിൻ്റെ ഒരു ചുവട് മാത്രമായിരുന്നു മൗലാന അബ്ദുൽ കലാം ആസാദിൻ്റെ നിയമനം വിദ്യാഭ്യാസ മന്ത്രിയായിട്ട്. ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് സംഗതികൾ കുറച്ചുകൂടി സങ്കീർണമാണ്. കാരണം ഈ നെഹ്റുവിൻ്റെ ഇത്തരത്തിലുള്ള നടപടികൾക്ക് ഒരു പ്രതിരോധമെന്നുള്ള നിലയിൽ RSS രാജ്യമൊട്ടാകെ ഗ്രാമങ്ങൾ സന്ദർശിച്ച് ഒരു ഗ്രഹസമ്പർക്കം പോലുള്ള പരിപാടികൾ ആസൂത്രണം ചെയ്ത് ഭാരതത്തിൻ്റെ യഥാർത്ഥ ചരിത്രം ഭാരതീയരെ ബോധ്യപ്പെടുത്തുന്ന ഒരു സംരംഭം തുടങ്ങിയിരുന്നു. അതിൻ്റെ അപകടം ഇന്ദിരാഗാന്ധി പെട്ടെന്ന് തന്നെ തിരിച്ചറിയുകയും, കാരണം ഇത്തരത്തിലുള്ള ഭാരതത്തിൻ്റെ യഥാർത്ഥ ചരിത്രം ഭാരതീയർ മനസ്സിലാക്കി അതിനനുസരിച്ച് അവരുടെ ഒരു മനോനില മാറി, ഒരു മനോഭാവം മാറി, കോൺഗ്രസ് അല്ല ഭാരതത്തിൻ്റെ രക്ഷ എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് അവരെത്തിയാൽ തൻ്റെ രാഷ്ട്രീയ ഭാവി കുഴപ്പത്തിലാകും എന്നുള്ള തിരിച്ചറിവിൽ നിന്നാണ് ഇന്ദിരാഗാന്ധി നൂറുൽ ഹസനെ കെട്ടഴിച്ചു വിട്ട് ഭാരതത്തിൻ്റെ ചരിത്രത്തെ അപനിർമ്മിക്കുവാനായിട്ടുള്ള ചുമതലകൾ ഇടത് കപട ബുദ്ധിജീവികളുടെ കാൽച്ചുവട്ടിൽ കൊണ്ടുവയ്ക്കുന്നത്. ഇത് ആദ്യത്തെ ചതി വ്യാജഗാന്ധി കുടുംബത്തിൻ്റെ, നെഹ്റുവിൽ നിന്ന് തുടങ്ങിയത്, വിദ്യാഭ്യാസ മേഖലയിൽ അവർ നടപ്പാക്കിയത്. അതിൽ കുറച്ചൊരു കാരണം ഈ ഒരു ചതിയുടെ ഒരല്പം ഉത്തരവാദിത്തം RSSനുമുണ്ട്. കാരണം അവരുടെ ഒരു പ്രവൃത്തിയെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ളൊരു ചതി അവർ ചെയ്തത്. പക്ഷേ ഈ ഒരു ആഖ്യാന സൃഷ്ടി
നടപ്പാക്കുന്നതിൻ്റെ പരിണാമഫലമായിട്ടാണ് റൊമീല താപ്പറിനെയും ഇർഫാൻ ഹബീബിനെയും രാമചന്ദ്ര ഗുഹയും പോലുള്ള കപട ചരിത്രകാരന്മാരെ ഭാരതത്തിന് ഇന്നും സഹിക്കേണ്ടി വന്നത്. ഇവരെ കപട ചരിത്രകാരന്മാരെന്ന് ഞാൻ വെറുതെ വിളിക്കുന്നതല്ല. റൊമീല താപ്പറിൻ്റെ ഒരു വീഡിയോ നിങ്ങൾക്ക് സാമൂഹ്യ മാധ്യമങ്ങളിൽ ലഭ്യമാണ് ഇപ്പോഴും. ധർമ്മരാജാവ് യുധിഷ്ഠിരൻ ധർമ്മം പഠിച്ചത് അശോകനിൽ നിന്നാണ് എന്നവർ പറയുന്ന ഒരു നിർലജ്ജം അവർ പറയുന്ന ഒരു വീഡിയോ ഇപ്പോഴും സാമൂഹ്യ മാധ്യമങ്ങളിൽ ലഭ്യമാണ്. തന്നെയുമല്ല, ഇവരുടെ എല്ലാവരുടെയും ഒരു ചരിത്രാഖ്യാനം എടുത്തു കഴിഞ്ഞാൽ ഇന്ന കാര്യം നടന്നു, അതിൻ്റെ തെളിവെന്താണ്? ഇർഫാൻ ഹബീബിൻ്റെ ഇന്ന പുസ്തകത്തിൽ പറയുന്നുണ്ട്. ഇർഫാൻ ഹബീബിൻ്റെ പുസ്തകം പരിശോധിച്ചാൽ ഇന്ന കാര്യം നടന്നു, അത് രാമചന്ദ്ര ഗുഹയുടെ പുസ്തകത്തിൽ പറയുന്നുണ്ട്. രാമചന്ദ്ര ഗുഹയുടെ പുസ്തകം എടുത്താലോ ഇന്ന കാര്യം നടന്നു, അത് റൊമീല താപ്പറിൻ്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട്. ഇങ്ങനൊരു വൃത്തത്തിലാണ് ഈ ചരിത്രാഖ്യാനങ്ങളുടെ തെളിവുകൾ ഇവർ നിർമ്മിക്കുന്നത്. അതായത് ഇർഫാൻ ഹബീബ് പറയും, രാമചന്ദ്ര ഗുഹ പറഞ്ഞു, രാമചന്ദ്ര ഗുഹ പറയും, റൊമീല താപ്പർ പറഞ്ഞു, റൊമീല താപ്പർ പറയും, ഇർഫാൻ ഹബീബ് പറഞ്ഞു. ഇതാണ് അവരുടെ തെളിവുകൾ. ചരിത്ര പശ്ചാത്തലങ്ങൾക്കും ചരിത്ര സംഭവങ്ങൾക്കും പ്രേക്ഷകർക്ക് മുമ്പിൽ അല്ലെങ്കിൽ വായനക്കാർക്ക് മുമ്പിൽ അതിൻ്റെ പാഠ്യപദ്ധതിയിൽ ഒരു പഠിതാക്കൾക്ക് മുമ്പിൽ അവർ അവതരിപ്പിക്കുന്ന തെളിവുകൾ. ഇതാണ് ചരിത്രകാരന്മാരുടെ ഒരു നിലവാരം നെഹ്റുവും ഇന്ദിരാഗാന്ധിയും കൂടി സൃഷ്ടിച്ചെടുത്തത്. അതാണ് ആദ്യത്തെ ചതി. രണ്ടാമത്തെ ചതി ഖാലിസ്ഥാൻ വാദം. ഖാലിസ്ഥാൻ വാദം എന്ന് പറയുന്നത് ഖാൽസ എന്നുള്ളൊരു പദത്തിൽ നിന്നാണ് ഈ ഖാലിസ്ഥാൻ വാദം ഉരുത്തിരിഞ്ഞു വരുന്നത് അല്ലെങ്കിൽ ഉരുവാകുന്നത്. ഖാൽസ എന്നുള്ളത് സിഖ് ഗുരുക്കന്മാർ, പ്രത്യേകിച്ച് ഗുരു ഗോവിന്ദ് സിംഗിനെ പോലുള്ളവർ മുഗളന്മാരുടെ അക്രമത്തിനെതിരെ സൃഷ്ടിച്ച ഒരു ആഖ്യാന രീതിയാണ്, അല്ലെങ്കിൽ ഒരു പെരുമാറ്റ രീതിയാണ്, ഒരു അനുഷ്ഠാനമാണ്. ഈ ഖാൽസയ്ക്ക് ഒരു പ്രത്യേക രാജ്യം, പഞ്ചാബികൾക്ക് പ്രത്യേകമായിട്ടുള്ളൊരു രാജ്യം എന്നുള്ളൊരു ചിന്തയേ ഇല്ല. ഭാരതത്തിൻ്റെ സംസ്കാരവുമായി ചേർന്ന് നിന്ന് അവിടെ നിന്ന് സാമ്രാജ്യത്തിൻ്റെ ഒരു വികാസം മഹാരാജ രഞ്ജിത് സിംഗിനെ പോലുള്ളവർ ചെയ്തിരുന്നു. ലാഹോർ വരെയും ലാഹോറിനപ്പുറത്തേക്കും അദ്ദേഹത്തിൻ്റെ ഹരിസിംഗ് നാൾവെ പോലുള്ള പടത്തലവന്മാർ രഞ്ജിത് സിംഗിൻ്റെ സാമ്രാജ്യത്തെ എത്തിച്ചിരുന്നു. അവരുടെ ഒരു രാജ്യവികസനം എന്നുള്ളത്, രാജ്യത്തിൻ്റെ അതിർത്തി വികസനം എന്നുള്ളത് എല്ലാ രാജാക്കന്മാരും ചെയ്തിരുന്നതാണ്. എന്നിരുന്നാൽ പോലും ഭാരതത്തിൻ്റെ സംസ്കാരത്തിൽ നിന്ന്, പ്രത്യേകിച്ച് സനാതനധർമ്മത്തിൻ്റെ സംസ്കാരത്തിൽ നിന്ന് വേറിട്ടൊരു ഒരു സംസ്കാരം ഖാൽസ എന്നുള്ള ആശയത്തിലില്ല. പക്ഷേ 1970കളുടെ അവസാനത്തിൽ പ്രാദേശികമായി അകാലിദൾ പോലുള്ള രാഷ്ട്രീയ കക്ഷികൾ പഞ്ചാബിൽ സ്വാധീനം വർദ്ധിപ്പിച്ച് അധികാരത്തിൽ തുടരുകയും കോൺഗ്രസ്സിന് യാതൊരു തരത്തിലും പഞ്ചാബിലേക്കൊരു പ്രവേശനം സാധ്യമല്ലാത്തൊരവസ്ഥ വരികയും ചെയ്തപ്പോൾ ഗ്യാനി സെയിൽ സിംഗിലൂടെ, ഏതാണ്ട് അടിമയായി തന്നെ ഇന്ദിരാഗാന്ധിക്ക് വേണ്ടി പ്രവർത്തിച്ചിരുന്ന ഗ്യാനി സെയിൽ സിംഗിലൂടെ ഇന്ദിരാഗാന്ധി പഞ്ചാബിൽ വിതച്ചൊരാശയമാണ് ഈ ഖാലിസ്ഥാൻ വാദം. ഇന്ദിരാഗാന്ധി എന്നുള്ളത് ഇപ്പോൾ ഉള്ള ആഖ്യാനങ്ങളിൽ അന്നത്തെ പ്രാദേശിക കോൺഗ്രസ് നേതാക്കളായിരുന്നു അത് ചെയ്തത്, അല്ലെങ്കിൽ ഗ്യാനി സെയിൽ സിംഗ് സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്യുകയായിരുന്നു. പഞ്ചാബിൽ എല്ലാ ദിവസവും കൃത്യമായിട്ടുള്ള യോഗങ്ങളും രഹസ്യ യോഗങ്ങളെല്ലാം ചേർന്ന് ജനറൽ സിംഗ് ഭിന്ദ്രൻവാലെ എന്ന ഭീകരവാദിയെ ഉരുവാക്കി തയ്യാറാക്കി പഞ്ചാബി സമൂഹത്തിൻ്റെ മധ്യത്തിലേക്ക്, സിഖ് സമൂഹത്തിൻ്റെ മധ്യത്തിലേക്ക് ഇറക്കി വിട്ടത് ഗ്യാനി സെയിൽ സിംഗാണ്. ഇന്ദിരാഗാന്ധിയുടെ അനുഗ്രഹാശിസ്സുകളോടെ, ഇന്ദിരാഗാന്ധിയുടെ ആവശ്യപ്രകാരം. അവിടെ നിന്നാണ് ഇന്ദിരാഗാന്ധിയുടെ വധത്തിലേക്ക് തന്നെ നീണ്ട ഖാലിസ്ഥാൻ ഭീകരവാദം എന്നുള്ള ആശയം ഉരുത്തിരിഞ്ഞു വരുന്നത്. ഈ ഖാലിസ്ഥാൻ ഭീകരവാദം ഇന്ന് മറ്റൊരു രൂപത്തിൽ, ഏതാണ്ട് അവരുടെ ഭീകരവാദ പ്രവർത്തനങ്ങളെല്ലാം പൂർണ്ണമായി തന്നെ പഞ്ചാബിൽ അടിച്ചമർത്തപ്പെട്ട് കഴിഞ്ഞുവെങ്കിൽ പോലും ക്രിസ്ത്യൻ മതപരിവർത്തന ലോബി ഇവരുടെ ഇടയിലേക്ക് കടന്നുകൂടുകയും അതുവഴി കാനഡ പോലുള്ള രാജ്യങ്ങളിലേക്ക് കുടിയേറുവാനുള്ളൊരവസരം ഇത്തരം ഖാലിസ്ഥാൻ ആശയം ഉള്ളിൽ പേറി നടക്കുന്ന ആളുകൾക്കുണ്ടാവുകയും അവിടെ ഇരുന്ന് രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ, ഭാരതത്തിനെതിരെയുള്ള പ്രവർത്തനങ്ങൾ നടത്തുവാൻ അവർ ഇപ്പോഴും ശ്രമിച്ചു കൊണ്ടിരിക്കുന്നു. സമ്പത്ത് വഴിയും മയക്കുമരുന്നിൻ്റെ കുത്തൊഴുക്ക് വഴിയും പാകിസ്ഥാനുമായി ചേർന്നുള്ള ഭീകര പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യുക വഴിയും എല്ലാം ഖാലിസ്ഥാൻവാദികൾ ഇപ്പോഴും ശ്രമിച്ചു കൊണ്ടിരിക്കുന്നു. പക്ഷേ പഴയ ഒരു ഭീകരതയിൽ പഞ്ചാബിൽ ഇന്ന് ഖാലിസ്ഥാൻ വാദം നിലവിലില്ല. എന്നിരുന്നാലും ഇപ്പോഴും ഇടയ്ക്കിടെ അത് തലപൊക്കുവാൻ ശ്രമിക്കുന്നുണ്ട്. പഞ്ചാബിനെ സംബന്ധിച്ച് ഖാലിസ്ഥാൻ വാദം ഭീഷണി തന്നെയാണ്. പ്രത്യേകിച്ച് ആപ്പിനെ പോലെ കോൺഗ്രസിനേക്കാൾ വിഷലിപ്തമായിട്ടുള്ള ഒരു രാഷ്ട്രീയ കക്ഷി പഞ്ചാബ് ഭരിക്കുമ്പോൾ ഏത് തരത്തിലുള്ള ഭീകരവാദികളെ ഉപയോഗിക്കേണ്ടി വന്നാലും ഞങ്ങൾക്ക് അധികാരത്തിൽ തുടർന്നാൽ മതി, എനിക്ക് അധികാരം എപ്പോഴും കയ്യിലുണ്ടായിരിക്കണം എന്നുള്ള ആർത്തി പൂണ്ട് നടക്കുന്ന അരവിന്ദ് കെജ്രിവാളിനെ പോലുള്ള ഒരു രാഷ്ട്രീയ നേതാവ് നയിക്കുന്ന ആപ്പ് പഞ്ചാബിൽ തുടരുന്നിടത്തോളം കാലം ഖാലിസ്ഥാൻ വാദം അത് ഏത് രൂപത്തിലാണെങ്കിലും ഭാരതത്തെ സംബന്ധിച്ച് അപകടകരമാണ്. ആ ചതിയാണ് നെഹ്റു കുടുംബം അല്ലെങ്കിൽ വ്യാജ ഗാന്ധി കുടുംബം ഭാരതത്തോട് ചെയ്ത രണ്ടാമത്തെ ചതി. ഇനി മൂന്നാമത്തെ ചതി ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഭീകരവാദവുമായി ബന്ധപ്പെട്ട ഒരു ചതി തന്നെയാണ്. അത് തമിഴ് പുലികളുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യമാണ്. തമിഴ് പുലികളുടെ
ഒരു ആരംഭം അവിടെ ശ്രീലങ്കയിൽ തമിഴ് വംശജർക്ക് സ്വാതന്ത്ര്യം വേണം അല്ലെങ്കിൽ തുല്യാവകാശം വേണമെന്നുള്ള വാദത്തിൽ നിന്നാണ് ഈ തമിഴ് വിഘടനവാദം ശ്രീലങ്കയിൽ ഉരുത്തിരിഞ്ഞു വരുന്നത്. രാജ്യാന്തര പ്രശ്നങ്ങളല്ല ഞാൻ ചർച്ച ചെയ്യുന്നത്. ഈ തമിഴ് പുലികളുടെ ഒരു ആത്യന്തികമായിട്ടുള്ളൊരു തയ്യാറെടുപ്പും അവർക്കുള്ള പരിശീലനം നൽകലും എല്ലാം ഭാരത സർക്കാരാണ് നൽകിയത്. അത് രാജീവ് ഗാന്ധിയുടെ കാലത്തായിരുന്നു ഏറ്റവും ശക്തമായി അത് നൽകപ്പെട്ടു. ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് തുടങ്ങി. രാജീവ് ഗാന്ധിയുടെ കാലത്ത് തമിഴ് പുലികൾക്ക് വേണ്ടിയിട്ട് നിരന്തരമായി ശ്രീലങ്കയുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ഭാരതം ഇടപെട്ടിരുന്നു. ഒടുവിൽ IPKF-നെ, ഇൻ്റർനാഷണൽ പീസ് കീപ്പിംഗ് ഫോഴ്സിനെ, ഇന്ത്യൻ പീസ് കീപ്പിംഗ് ഫോഴ്സിനെ, ഇന്ത്യൻ പീസ് കീപ്പിംഗ് ഫോഴ്സിനെ ശ്രീലങ്കയിലേക്ക് വിന്യസിക്കുന്ന ഒരു നടപടിയിൽ വരെ കാര്യങ്ങളെത്തി. അവിടെ ജയവർദ്ധന ഒരുക്കിയൊരു ചതിയിലായിരുന്നു രാജീവ് ഗാന്ധി കൊണ്ട് തലവെച്ച് കൊടുത്തത്. അതോടുകൂടി തമിഴ് പുലികളെയും ശത്രുക്കളാക്കി. പക്ഷേ ഇതൊന്നുമല്ല, അന്താരാഷ്ട്ര വിഷയമല്ല ഇവിടെ പറയുവാൻ ഉദ്ദേശിക്കുന്നത്. തമിഴ്നാട്ടിൽ ഇവരുടെ ഒരു പരിശീലന കേന്ദ്രങ്ങൾ ഒരുക്കി തമിഴിൽ കുളത്തൂർ മണിയെപ്പോലുള്ള അനുഭാവികളെ സൃഷ്ടിക്കുന്നതിൽ രാജീവ് ഗാന്ധി സർക്കാർ വഹിച്ച പങ്ക് വളരെ വലുതാണ്. അതുകൊണ്ട് എന്തുണ്ടായി? ഈ തമിഴ് പുലികളോട് ഒരു സഹതാപപൂർണമായിട്ടുള്ള ഒരു മനോഭാവം തമിഴന്മാരുടെ ഇടയിൽ ഉരുവായി. ആ സഹതാപം അനുഭാവമായി വളർന്നു. പിന്നെ തമിഴ് പുലികൾ എന്നുള്ളത് നമ്മുടെ ആൾക്കാരാണ് എന്നുള്ള തരത്തിൽ ഒരു കാര്യം വ്യക്തമായി പ്രേക്ഷകർ മനസ്സിലാക്കുക. തമിഴ് പുലികൾ ഒരിക്കലും തമിഴ്നാടിനെ സ്നേഹിച്ചിരുന്നില്ല. അവർക്ക് വേണ്ടിയിരുന്നത് ശ്രീലങ്കയിൽ അവർക്ക് വേണ്ടിയിട്ട് തമിഴീളം എന്നുള്ളൊരു പ്രത്യേക രാഷ്ട്രം മാത്രമായിരുന്നു. ആ രാഷ്ട്രം ഉരുത്തിരിഞ്ഞ് വന്നാൽ ഭാരതത്തിനുണ്ടായേക്കാവുന്ന ഏറ്റവും വലിയ സുരക്ഷാ ഭീഷണി, ഉണ്ടായേക്കാമായിരുന്ന ഏറ്റവും വലിയ സുരക്ഷാ ഭീഷണി അടുത്ത അവരുടെ ആവശ്യം തമിഴ്നാടിനെ അവരോട് ചേർക്കണമെന്നായിരിക്കുമായിരുന്നു. അല്ലെങ്കിൽ തമിഴീളം അത് ആവശ്യപ്പെട്ടില്ലെങ്കിൽ പോലും തമിഴ്നാട്ടിലുള്ള ഈ തമിഴ് പുലി സ്നേഹികൾ അത് ആവശ്യപ്പെട്ടേനെ. ഇപ്പോൾ തന്നെ തമിഴ് ദേശീയവാദം എന്നുള്ളൊരാശയം ഉരുത്തിരിഞ്ഞു വന്ന്, പ്രത്യേകിച്ച് ഒരുപാട് ആളുകളൊന്നും അതിൻ്റെ പിന്നിലില്ലെങ്കിലും ഇപ്പോൾ ഉരുത്തിരിഞ്ഞു വരുന്ന തീവ്രമായിട്ടുള്ള ആശയത്തിൻ്റെ ഒരു അടിസ്ഥാനം ഈ തമിഴ് പുലികളിൽ നിന്നാണ്, അല്ലെങ്കിൽ LTTEയിൽ നിന്നാണ്. ഈ LTTEയുടെ സ്ഥാപനത്തിന് കാരണമായത് കോൺഗ്രസ് ആണ്. അല്ലെങ്കിൽ അവരുടെ ശക്തി പ്രാപിക്കലിന് കാരണമായിട്ടുള്ള മറ്റ് തമിഴ് പ്രസ്ഥാനങ്ങളെല്ലാം ശ്രീലങ്കയിൽ ഒന്നാകെ ഇല്ലാതാക്കുവാനുള്ള പരിശീലനവും ആയുധവും എല്ലാം അവർക്ക് ഭാരത സർക്കാരാണ് നൽകിയത്. അല്ലെങ്കിൽ ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് തുടങ്ങി രാജീവ് ഗാന്ധിയുടെ കാലത്ത് തുടർന്ന് വന്ന ഭാരത സർക്കാരിൻ്റെ അത്തരം നടപടികളാണ് തമിഴ് പുലികളെ ശ്രീലങ്കയിലെ ഏറ്റവും വലിയ ശക്തിയായി, തമിഴന്മാരുടെ ഇടയിലുള്ള ഏറ്റവും വലിയ ശക്തിയായി വളർത്തിയെടുത്തത്. അതൊരു ഭീകരവാദ സംഘടനയായി രൂപാന്തരപ്പെട്ടതിൽ രാജീവ് ഗാന്ധിയുടെ ഭരണപരാജയങ്ങൾ കാരണമാണ്. പക്ഷേ തമിഴ്നാട്ടിൽ ഇത്തരമൊരാശയം ഉരുത്തിരിഞ്ഞു വരുവാനുള്ള പ്രധാന കാരണം രാജീവ് ഗാന്ധി ഇവരോട് സ്വീകരിച്ച ഒരു മൃദുവായ സമീപനമാണ്. മൃദുവായ സമീപനം മാത്രമല്ല, അവർക്കുള്ള സ്ഥല സൗകര്യങ്ങൾ തമിഴ്നാട്ടിൽ ഒരുക്കുവാൻ വേണ്ട കാര്യങ്ങളെല്ലാം രാജീവ് ഗാന്ധിയുടെ സർക്കാർ ചെയ്തു കൊടുത്തിരുന്നു. അതിൻ്റെ ഒരു പരിണാമഫലമായിട്ടാണ് ഖാലിസ്ഥാൻ വാദം എങ്ങനെ ഇന്ദിരാഗാന്ധിയെ തന്നെ വിഴുങ്ങിയോ അതുപോലെ തന്നെ രാജീവ് ഗാന്ധി എന്തിനെ പ്രോത്സാഹിപ്പിച്ച് ശ്രീലങ്കയ്ക്കെതിരെ ഉപയോഗിക്കുവാൻ ശ്രമിച്ചോ, തമിഴ്നാട്ടിലെ ഏത് ഒരു വിഘടനവാദത്തെ വളർത്തുവാൻ ശ്രമിച്ചോ, ഇതിൻ്റെ പിന്നിലെല്ലാം കോൺഗ്രസിൻ്റെ അല്പമല്ലാത്ത രാഷ്ട്രീയ ലക്ഷ്യങ്ങളുമുണ്ട്. കാരണം തമിഴ് പുലികളോട് അനുഭാവമുള്ളൊരു ജനത തമിഴ്നാട്ടിൽ ഉരുവായി വന്നു കഴിഞ്ഞാൽ അതൊരു വോട്ട് ബാങ്കാക്കി കോൺഗ്രസിലേക്ക് മറിക്കാം, ഞങ്ങളാണ് ഇവരെ സഹായിക്കുന്നത് എന്നുള്ളൊരു പ്രതീതി അവരുടെ ഇടയിൽ സൃഷ്ടിച്ച് ഇത്തരത്തിലുള്ള രാഷ്ട്രീയ ലക്ഷ്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അതൊരു ചതിയായി ഇന്നും തമിഴ്നാട്ടിൽ തുടർന്നു വരുന്നു. കാരണം ഏതെങ്കിലും ഒരു തരത്തിൽ എന്തെങ്കിലും ഒരു വിഘടനവാദം ഉന്നയിക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം മുന്നോട്ട് വയ്ക്കുന്ന പേര് LTTEയുടെയാണ്. തമിഴീളം ശ്രീലങ്കയിലുണ്ടായിരുന്നതുപോലെ ഞങ്ങൾ പ്രത്യേക ദ്രാവിഡ രാജ്യമുണ്ടാക്കും. ഇതിൻ്റെ എല്ലാം ഉത്ഭവവും അടിസ്ഥാനവും ഈ തമിഴ് പുലി വിഘടനവാദം തന്നെയാണ്. ആ ചതിയാണ് വ്യാജഗാന്ധി കുടുംബം ഭാരതത്തോട് ചെയ്ത മൂന്നാമത്തെ ചതി. ഈ 3 ചതികളെക്കുറിച്ച് പ്രേക്ഷകരുടെ അഭിപ്രായങ്ങൾ എന്താണ്? ഈ ചരിത്രത്തെക്കുറിച്ച് നിങ്ങൾക്കറിവുള്ള കാര്യങ്ങളും ഞങ്ങളുമായി പങ്കുവയ്ക്കുക കമൻറ്റുകളിലൂടെ. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകളുമായി ദേശീയതയുടെയും സമാജത്തിൻ്റെയും ശാക്തീകരണത്തിനു വേണ്ടി തത്വമയിയുടെ ജൈത്രയാത്ര തുടരുകയാണ്. യൂട്യൂബിൽ മാത്രം തത്വമയിക്ക് 10 ലക്ഷം സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്താൻ ഏതാനും ചുവടുകൾ മാത്രമാണ് ബാക്കി. മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും തത്വമയിയുടെ നിറസാന്നിധ്യം തുടരുകയാണ്. ഈ അവസരത്തിൽ ഞങ്ങൾക്ക് നിങ്ങളോടുള്ള അഭ്യർത്ഥന ഞങ്ങളോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ഉപയോഗിക്കുന്ന ഏത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആണെങ്കിലും ഞങ്ങളുടെ വരിക്കാരാകുക, ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് തത്വമയിയുടെ ഈ സന്ദേശം പ്രചരിപ്പിക്കുക. ഞങ്ങളോടൊപ്പം നിൽക്കൂ, രാഷ്ട്രത്തോടൊപ്പം നിൽക്കൂ, ദേശീയതയ്ക്കൊപ്പം സഞ്ചരിക്കൂ.